നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്തുക എന്നതല്ല നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ലക്ഷ്യം. സ്വയം ബോധ്യപ്പെടുക എന്നതാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. തനിക്ക് ഉറക്കം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി അയാൾ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. ശരിയായ കണക്കു കാണിക്കാതെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ കുറ്റബോധമാണ് അയാളുടെ പ്രശ്നമെന്ന് മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അയാൾ ആദായ നികുതി വകുപ്പിന് ഒരു കത്തെഴുതി. ഇതോടൊപ്പം 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ വെക്കുന്നു. ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന നികുതിയാണിത്. ആ കത്തയച്ച അന്ന് അയാൾ സുഖമായി ഉറങ്ങി. തെറ്റ് ചെയ്യാതിരിക്കുക എന്നത് അത്രയ്ക്കും സാധ്യമായ കാര്യമല്ല. മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയോ പിടിക്കപ്പെടില്ലെന്ന് കരുതിയോ അല്ല ആരും തെറ്റുകൾ ചെയ്യുന്നത്. എല്ലാ സാമാന്യ ബോധത്തെയും മറികടക്കുന്ന ബുദ്ധിമോശം എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ അളവിലുണ്ടാകും. മനസ്സ് അനുവദിക്കുക എന്നതാണ് ഏതൊരു കർമ്മത്തിന്റെയും നൈതികത. മനസ്സമ്മതമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് മനസാക്ഷിക്കുത്തായി തിരിച്ചു വരും. പരിഹാരം ചെയ്യുന്നതുവരെ പതിയിരുന്ന് അവ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. മറ്റാരെയും ബോധ്യപ്പെടുത്തുക എന്നതല്ല, സ്വയം ബോധ്യപ്പെടുക എന്നതാണ് ഓരോ പ്രവൃത്തിയുടെയും നേരും നെറിയും തീരുമാനിക്കുന്നത്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.